നമസ്കാരം. നിങ്ങളുടെ ശ്വാസകോശത്തെ എങ്ങനെ ക്ലീൻ ചെയ്യാം എന്ന് നോക്കാം. നിങ്ങൾ പുകവലിക്കുന്ന ആളാണെങ്കിൽ പുകവലി പൂർണ്ണമായിട്ടും ഒഴിവാക്കുക. ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ശ്വാസകോശത്തിനുള്ളിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് വളരെയധികം കുറയുന്നതായിട്ട് കാണാം. ഒരു 3 ദിവസത്തിനുള്ളിൽ ശ്വാസകോശത്തിനുള്ളിലുള്ള സീലിയ പോലുള്ള സ്ട്രക്ചേഴ്സ് ആ ട്യൂബുകളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങും. ഒരു വർഷത്തിനുള്ളിൽ ഓൾമോസ്റ്റ് ഒക്കെ ക്ലീൻ ആവും. ഒരു 5 വർഷത്തിനുള്ളിൽ നമുക്ക് പുകവലിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന ആ ഒരു ശ്വാസകോശം തന്നെ തിരിച്ചു ലഭിക്കുന്നതായിരിക്കും. രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ടത് ബ്രീത്തിങ് എക്സസൈസാണ്. ഈ ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാൻ വീടിൻ്റെ ഉള്ളിലിരുന്ന് ചെയ്യാതെ വീടിൻ്റെ പുറത്ത്, അതായത് ധാരാളം മരങ്ങളുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നല്ല കാറ്റുള്ള സ്ഥലങ്ങളിൽ, വീടിൻ്റെ ബാൽക്കണിയിലോ സിറ്റ് ഔട്ടിലോ അങ്ങനെയൊക്കെ ഇരുന്ന് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്രീത്തിങ് എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ദീർഘമായിട്ട് ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക, ഒരു കുറച്ച് നേരം അതൊന്ന് ഹോൾഡ് ചെയ്യുക, തിരിച്ച് ശ്വാസം പുറത്തേക്ക് വളരെ സ്ലോലി പുറത്തോട്ട് വിടുക. ഇങ്ങനെ ഒരു 5-10 തവണ ചെയ്താൽ തന്നെ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി കൂടും, ലങ്സ് കൂടുതൽ ഹെൽത്തി ആവും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അന്തരീക്ഷ മലിനീകരണമുള്ള സ്ഥലങ്ങളിൽ, അതായത് എന്തെങ്കിലും കത്തിക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ പുകയുള്ള സ്ഥലങ്ങളിലോ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും മാക്സിമം അതിൻ്റെ പരിസരത്ത് നിൽക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി സപ്പോസ് അങ്ങനെ നിൽക്കണം എന്നുള്ളൊരവസ്ഥയിലാണെങ്കിൽ നമ്മൾ N95 പോലുള്ള മാസ്കുകൾ ഉപയോഗിച്ച് മാത്രം നിൽക്കുക. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ലങ്സിനെ നമുക്ക് ഹെൽത്തി ആക്കി വയ്ക്കാനായിട്ട് സാധിക്കും. താങ്ക് യു.